ये बाहर से लोग भेजे जा रहे जानबूझकर प्रोटेस्ट को खराब करने के लिए। हम यहाँ पर 1 महीने से बैठे हुए थे, 1 महीने में ऐसी कोई वारदात नहीं हुई, लेकिन अब क्या हो रहा है, जैसे ये प्रोटेस्ट बड़ा हो गया है तो ये बाहर से गुंडे भेजे जा रहे हैं बीजेपी द्वारा जानबूझकर लोगों को उकसाने के लिए, और यही लोग हैं जो पथराव करे बीजेपी के। पुलिस यहाँ पर पत्थरों के ट्रक लाकर रखती है, बीजेपी के गुंडे आते हैं, वो पत्थरबाजी करते हैं और फिर കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലോകോക്ക് ബദ്നാം. ഇതാണ് ഇരട്ടത്താപ്പ്. CJP എന്ന് പറയുന്ന പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ശരിക്കും ഒരു പ്രോക്സി ആണെന്ന് പറയാൻ നമുക്ക് ഒരു സംശയവും വേണ്ട. ഇത്രയും എളുപ്പത്തിൽ ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പുകൾ നടത്താൻ ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ സാധിക്കുള്ളൂ. കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് ഈ ഗണത്തിൽപ്പെടുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ എന്നാലും ആം ആദ്മി പാർട്ടിയുടെ ഒരു ടച്ച് നമുക്ക് CJPയിൽ ശരിക്കും കാണാൻ സാധിക്കും. കാരണം അഭിജിത് ദീപ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനീഷ് സിസോദിയുടെയും കെജ്രിവാളിൻ്റെയൊക്കെ ശിഷ്യനാണ്, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ്. അത് തന്നെയാണ് അയാളുടെ വാക്കുകളിൽ നിന്നും അയാളുടെ നിലപാട് മാറ്റങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുമ്പ് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടത്. അതായത് ഈ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങൾക്കിതിൽ പങ്കില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല, CJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതിലൊരു പങ്കുമില്ല, ഈ അക്രമം നടത്തിയിരിക്കുന്ന പുറത്തു നിന്ന് വന്നവരാണ്, വലിയ ക്രൗഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് നുഴഞ്ഞു കയറി ചില ആളുകൾ, അത് BJPയുടെ ആളുകളാണ്, BJPയുടെ ഗുണ്ടകളാണ് വലിയ തോതിൽ അക്രമം നടത്തിയിരിക്കുന്നത്, അത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ആ ഒരു പേര് കളങ്കപ്പെടുത്താനാണെന്നാണ് അഭിജിത് ദീപ്കെ മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ അക്രമങ്ങളെ മൊത്തം തള്ളിപ്പറഞ്ഞ് ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഒരു മാസമായിട്ട് ജന്തർ മന്ദറിൽ വളരെ സമാധാനപരമായിട്ടാണ് ഇവിടെ നിരാഹാരവും മറ്റ് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് BJPയുടെ ഒരു ഹാൻഡി വർക്കാണെന്നാണ് അഭിജിത് ദീപ്കെ മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ദീപ്കെ ഇപ്പോൾ നിലപാട് മാറ്റി. അതാണ് ഇവരുടെ ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇപ്പോൾ പറയുന്നത് ഈ അക്രമം നടത്തിയ ആളുകളെ ഒന്നും ചെയ്യാൻ പാടില്ല, അവർക്കെതിരെയും നടപടി പാടില്ല, അതായത് അവർക്കെതിരെയും എല്ലാ കേസുകളും പിൻവലിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ശക്തിയുക്തം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് CJPയുടെ ഒരു നിലപാടില്ലായ്മ. കാരണം ഇവർ BJP ഗുണ്ടകളാണെങ്കിൽ അല്ലെങ്കിൽ BJP പ്രവർത്തകരാണെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കുന്നതിൽ എന്താണ് CJPയുടെ നേതാക്കൾക്ക് പ്രശ്നം, രാഹുൽ ഗാന്ധിക്ക് എന്താണ് പ്രശ്നം, അതൊരു ചോദ്യമല്ലേ. അപ്പോൾ ഇതാണ് CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ സംവിധാനത്തിൻ്റെ ഇരട്ടത്താപ്പ്. ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ CJPക്കെതിരെ അത്യാവശ്യം നല്ല വികാരം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. കാരണം പഴയ രീതിയിൽ അവർക്കിപ്പോൾ പിന്തുണയില്ല എന്നതാണ് വസ്തുത. കാരണം കോൺഗ്രസ് പാർട്ടിയൊക്കെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ഒരു പ്രതിപക്ഷ ചേരി എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള പിന്തുണ CJPക്ക് ഉണ്ടാവും. പക്ഷേ നിഷ്പക്ഷരായുള്ള ജനങ്ങൾ, BJP അനുഭാവികളായുള്ള ആളുകൾ അല്ലെങ്കിൽ ദേശീയവാദികൾ അവരൊക്കെ നേരത്തെ മനസ്സുകൊണ്ടെങ്കിലും CJPയെ പിന്തുണച്ചിരുന്നു. കാരണം നീറ്റ് വിഷയം ആ രീതിയിൽ ഒരു വലിയ വിഭാഗത്തെ ബാധിച്ച വിഷയമായിരുന്നു. പക്ഷേ BJP കൃത്യമായുള്ള നിലപാടുകളുമായി പുതിയ നിയമമൊക്കെ കൊണ്ടുവന്ന് അതുമുതല കർശന നടപടികളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഹൈ ടാസ്ക് ഫോഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വിദ്യാർത്ഥികളുടെ ആ ഒരു വിശ്വാസം ആർജിക്കാൻ BJPക്കും കേന്ദ്ര സർക്കാരിനും സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ ആ ഒരു ദൗത്യം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുമ്പോഴും ഇവിടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതായത് ഇവരുടെ ലക്ഷ്യം ഓഗസ്റ്റ് 15 മുമ്പ് ഒരു കലാപം ഉണ്ടാക്കുക, എന്നിട്ട് രാജ്യത്തെ നാണം കെടുത്തുക, മോദി സർക്കാരിനെ പറ്റുമെങ്കിൽ പ്രതിരോധത്തിലാക്കുക എന്നത് തന്നെയാണ്. കാരണം ഇപ്പം തന്നെ പാർലമെൻറ്റിൻ്റെ ഫുട്ടേജൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ സൻസദ് മാർച്ചിനിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള, പാർലമെൻറ്റിൻ്റെ തൊട്ടടുത്ത് വരെ 100 മീറ്റർ അടുത്ത് വരെ ഈ പറയുന്ന പ്രതിഷേധക്കാർ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതിഷേധത്തിനിടെ എന്തൊക്കെയാണ് നടന്നെന്നുള്ളത് നമുക്കറിയാം. വലിയ തോതിലുള്ള വ്യാപകമായുള്ള അക്രമമാണ്, പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ CCTV ഫുട്ടേജസും അല്ലാത്ത ഫുട്ടേജസും വീഡിയോസൊക്കെ നമുക്ക് മുമ്പിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എത്രത്തോളം വലിയ അക്രമമാണ് ഈ പറയുന്ന വിദ്യാർത്ഥി സമരത്തിൻ്റെ മറവിൽ നടന്നിരിക്കുന്നതെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്തായാലും ഈ CJP എന്ന് പറയുന്ന സംവിധാനത്തിന് ഇനി വലിയ പിന്തുണ ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഈ കമൻറ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ, ഈ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ, അതായത് ഓരോ കാർഡുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ്ട് 90% ആളുകളും ഇനിയൊരു സമരവുമായിട്ട് CJP മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലുള്ള ഭീഷണി ഉണ്ടല്ലോ, കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു, 4 ഭാഗത്ത് നിന്ന് വളയുമെന്നൊക്കെ പറയുമ്പോൾ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് താഴെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ CJPയെ പിന്തുണച്ച ആളുകൾ പോലും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യമാണ് പ്രധാനം, കാരണം രാജ്യം ഒരു അനിശ്ചിതാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയിലേക്കോ പോകാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല, ഒരു തവണ ഞങ്ങൾ നിങ്ങളെ പിന്തുണച്ചു, ഇനി നിങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന യാതൊരു കാരണവുമില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുമില്ല, കാരണം നിങ്ങൾ ഒന്നാമത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണ് പോകുന്നതെന്നുള്ള കമൻറ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല പഞ്ചാബിലെ പേപ്പർ ലീക്കിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല, കർണാടകയിലെ പേപ്പർ ലീക്കിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ഇതൊരു കോൺഗ്രസ് സ്പോൺസേഡ് അല്ലെങ്കിൽ പ്രതിപക്ഷ സ്പോൺസേഡ് സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കപിൽ സിബൽ സൗരവ് ദാസിനൊപ്പം നിൽക്കുന്നു, കേസുകളൊക്കെ ഡീൽ ചെയ്യാൻ
ഫുൾ സപ്പോർട്ട് നൽകുന്നു, പണം വാഗ്ദാനം ചെയ്യുന്നു, രാഹുൽ ഗാന്ധി ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ ഏറ്റുപിടിക്കുന്നു സൗരവ്ദാസിനെ പോലുള്ള CJPയിലെ വക്താക്കളൊക്കെ. അപ്പോൾ ഇതിൻ്റെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു പൊളിറ്റിക്കലായി മാറി എന്നുള്ളത്. അപ്പോൾ ഇനി ഒരു സമരമോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രക്ഷോഭമോ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനെ പൊളിറ്റിക്കലായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ നേരിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ CJPയുടെ പ്രതിഷേധത്തിൻ്റെ മറപിടിച്ച് നടന്ന അതിക്രമങ്ങൾ ഡൽഹിയിൽ മാത്രമൊന്നുമല്ല, പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കൊൽക്കത്തയിൽ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. കൊൽക്കത്തയിൽ ഇപ്പം 2 ദിവസം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളുടെ ഫോട്ടോയൊക്കെ കണ്ടു, നമ്മൾ അവരുടെ പേരും വിവരമൊക്കെ കണ്ടു. ശരിക്കും ഞെട്ടിപ്പോവും. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ നുഴഞ്ഞു കയറി ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ച ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരൊറ്റ ആൾ പോലും വിദ്യാർത്ഥിയില്ല. 40, 30, 50 വയസ്സുള്ള ആളുകളെയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2800-ലധികം ക്രിമിനലുകളാണ് ഡൽഹിയിൽ മാത്രം നുഴഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അതിൽ തന്നെ കൊലപാതകികളുണ്ട്, അതുകൂടാതെ പോക്സോ കേസിൽ ഉൾപ്പെട്ടവരുണ്ട്, മറ്റു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ പീഡനം ഉൾപ്പെടെ, സ്ത്രീ പീഡനം ഉൾപ്പെടെ അല്ലെങ്കിൽ ലൈംഗിക പീഡനം ഉൾപ്പെടെ നടത്തിയവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാണ് എന്നുള്ളത് അഭിജിത്ത് ദീപ്കയും CJPയും തന്നെയല്ലേ പറയേണ്ടത്. ആദ്യം പറഞ്ഞു BJPക്കാരാണ്, ഗുണ്ടകളാണ്. പിന്നീട് പറഞ്ഞു അല്ല, അവരെ വെറുതെ വിടണമെന്ന്. അപ്പോൾ അവരെ വെറുതെ വിടണമെങ്കിൽ അവരുടെ പശ്ചാത്തലം എന്താണെന്നും ഇവരാരാണെന്നും പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ CJPക്കുണ്ട്. എന്തായാലും ഈ അക്കൗണ്ടബിലിറ്റി അധികം വൈകാതെ ഇന്ത്യൻ ജനത തന്നെ CJPക്ക് മുമ്പിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അക്കൗണ്ടബിലിറ്റി അവർക്കും ബാധകം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു നീരസമുണ്ട്. കാരണം രാജ്യത്തെ തകർക്കാൻ വേണ്ടി, അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 5 വർഷത്തേക്ക് മാൻഡേറ്റ് വാങ്ങിയ ഒരു സർക്കാരിനെ തുരങ്കം വെച്ച് അവരെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കർഷക സംഘടനകളുമായി ചേർന്ന്, വ്യാജ കർഷക സംഘടനകൾ എന്ന് പറയണം, ഇത്തരം സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് വീണ്ടും കുറേ കലാപത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട്. ഓഗസ്റ്റ് 15-ന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കുക, അവിടെ ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും സർക്കാർ ഇനി പഴയ നിലപാടായിരിക്കില്ല സ്വീകരിക്കുക. അതുമാത്രമല്ല, ഉത്തരേന്ത്യൻ ജനങ്ങളും ആ ഒരു നിലപാടായിരിക്കില്ല സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.